ഇപ്പോൾ സുജു ടി ബാബു കൂടി അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സുജു, രാവിലത്തെ ഒരു തിരയാൻ എല്ലാവരും പോകുന്ന ഒരു അന്തരീക്ഷമാണോ കാണുന്നത് അവിടെ? മഴയൊന്നുമില്ലല്ലോ അല്ലേ? മഴയില്ല ശരത്ത്. നാം മറ്റൊരു ദൃശ്യത്തിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യം തന്നെ അതിലേക്ക് പോകാം. ഒരു പശുവും അതിൻ്റെ കിടാവ് തന്നെയാണോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ കിടാവാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അത് അമ്മയും കുട്ടിയും എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അവർ രാവിലെ നമ്മൾ വന്നപ്പോൾ ഈ പശുക്കിടാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വിഷമം, ഇതിൻ്റെ ഈ കിടാവിന് പാല് കുടിക്കണമല്ലോ, അതിൻ്റെ തള്ളപ്പശു ഇവിടെങ്ങാനുമുണ്ടോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ഈ അടുത്ത് നിൽക്കുന്ന പശു അത് ചുറ്റുപാടും അലഞ്ഞു തിരിഞ്ഞു മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഭക്ഷണം, ഉപ്പുമാവ്, അതിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം അത് എടുത്ത് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം മനോഹരമായൊരു ദൃശ്യം എന്ന് പറയുന്നത്, തിരികെ വന്നിട്ട് നിൽക്കുന്നു, ഈ കിടാവ് വന്ന് അതിൻ്റെ പാല് കുടിക്കുകയാണ്. പലരും ഈ ആശങ്കപ്പെടുത്തിയ, അല്ലെങ്കിൽ പലരും ആശങ്ക രേഖപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു, കിടാവുകൾക്കൊക്കെ പാല് കിട്ടുന്നുണ്ടോ, അതിൻ്റെ തള്ളപ്പശുവൊക്കെ തന്നെ അവിടെയുണ്ടോ, ഈ ദുരിതത്തിൽ അത് ഒലിച്ചു പോയോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ രാവിലെ വന്നപ്പോൾ കുറേയധികം പശുക്കിടാക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് വന്ന് ആ കുട്ടി കിടാവിന് പശു വന്ന് പാല് കൊടുത്തൊരു ദൃശ്യമുണ്ട്. അതായത് അവരും ഇതിനെ അതിജീവിക്കാൻ ഒരുങ്ങുകയാണെന്ന് കൂടിയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇത് അനാഥമായി കിടക്കുകയല്ല എന്നുകൂടെ പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു ചേട്ടൻ വന്ന് ഇവർക്കൊക്കെ തീറ്റ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയും അതിനുറപ്പാക്കുകയും ചെയ്തിട്ടാണ് അവരവിടെ നിന്ന് മടങ്ങിപ്പോയത്. എല്ലാം ഉഴുതുമറിച്ചിട്ട പോലെയാണ് ആ മണ്ണ്. സാധാരണ പശുവിനൊക്കെ കഴിക്കണമെങ്കിൽ പുല്ല് വേണം. പുല്ലൊന്നുമില്ലാതെ എല്ലാം വരണ്ട് ചെളി പുരണ്ട ഒരു നാട്, ഒരവസ്ഥ. അതിന് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുന്നത്? ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണത്? പ്രത്യേകിച്ച് വയനാടിൻ്റെ ക്ഷീരമേഖല വളരെ ശക്തമാണ്. ഞാൻ ഒരു സംരക്ഷണ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് പ്രളയത്തിൽ ഏറ്റവും അധികം തകർന്നു പോയത് വയനാട്ടിലെ കർഷകരും ക്ഷീരമേഖലയുമാണ്. അതിന് തൊട്ട് മുമ്പ് 2016 മുതലൊക്കെ ഇങ്ങോട്ട് വയനാടിനെ കുറെ കൂടി ക്ഷീരമേഖലയിലേക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന ഒരു ജില്ലയാക്കി വളർത്തിയെടുത്തിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം പശുക്കളെയൊക്കെ നമുക്കവിടെ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ശരത്തെ, ആ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ കണ്ടോ, ഇവിടുത്തെ പുല്ലല്ല, പുറത്തുനിന്ന് കാലിത്തീറ്റ, നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന കാലിത്തീറ്റയാണ്. ഇതാണ് കാലികൾക്ക് കൊടുക്കുന്ന പുല്ലാണ് ഈ ദൃശ്യങ്ങളിൽ ഞാനിപ്പോൾ കാണുന്നത്. അത് എല്ലാ ദിവസവും ഇത്തരം പുല്ല് പുറത്തുനിന്ന് എത്തിച്ചുകൊണ്ട് ഈ പശുക്കിടാവിനും പോത്തുൾപ്പെടെയുള്ളവയ്ക്ക് ഇത് ലഭ്യമാക്കുന്ന ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇവിടെ മാത്രമല്ല, തൊട്ട് സമീപത്തും അത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലായിടത്തും ഇവർക്ക് തീറ്റ ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു. മാത്രമല്ല, രാവിലെ നിന്ന ചില പശുക്കിടാവും പോത്തൊക്കെ ഉൾപ്പെടെ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് അതിനെ ഇവിടെ അങ്ങോട്ടും തീറ്റ എത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിനെ താഴ്ഭാഗത്തും എത്തിച്ച് തീറ്റ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കെല്ലാം. ഇപ്പം രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 2 ബാരിക്കേഡുകളുണ്ട്. ഇപ്പോൾ ഒരു ബാരിക്കേഡിൻ്റെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ID വെരിഫൈ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ 2 നായ്ക്കൾ വരുന്നു. ആ നായ്ക്കൾ വരുമ്പോൾ ഒരു നായ സ്നേഹത്തോടെ ബിസ്ക്കറ്റ് പൊട്ടിച്ച് കൊടുക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നായ്ക്കളുമായി ഇപ്പം സൗഹൃദത്തിലായോ, പേര് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പേരിട്ടില്ല, പക്ഷെ നമ്മൾ വിളിച്ചാൽ ഓടി വരും. മാത്രമല്ല, ഇന്നലെ അതിനെന്തോ മുറിവ് പറ്റിയിരുന്നു. ആ മുറിവ് പറ്റിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർ കുത്തിയെപ്പെടുത്ത് അതിനെ മുറിവ് ഉണക്കുവാൻ. അതാണ് സുജു ഇപ്പോൾ പറഞ്ഞതുപോലെ. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുപോലെ ക്യാമ്പിൽ നിന്ന് വന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകുന്നവരെ സുജു നമ്മളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമൊക്കെ ഈ വിധം വലിയ പരിഗണനയോടെ ഒരു ദുരന്ത ഭൂമിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഓരോ കാഴ്ചകളും കാണുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം അങ്ങനെയൊക്കെ ആ നാട് മെച്ചപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ആ നിലയിലാണ് ഇതിനെ ഓരോന്നിനെയും കാണേണ്ടത് എന്നാണ് പ്രത്യേകം പറയാനുള്ളത്.